രാജ്യത്തിന്റെ കടം 200 ലക്ഷം കോടിയിലേക്ക് കടന്നെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ. പലിശ തിരിച്ചടവ് മാത്രം 11.16 ലക്ഷം കോടി രൂപയാണ്. പാർലമെന്റിൽ ധനകാര്യ മന്ത്രാലയം വി ശിവദാസൻ എംപിക്ക് നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിഷ്ണു തലവൂർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. വിഷ്ണു, 200 ലക്ഷം കോടിയിലേക്ക് രാജ്യത്തിന്റെ കടം കടക്കുന്നു എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്, അല്ലേ? അസുത തീർച്ചയായിട്ടും രാജ്യസഭയിൽ വി ശിവദാസൻ എംപിക്ക് ധനകാര്യ മന്ത്രാലയം നൽകിയ രേഖാമൂലമുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ കടം 2020-2021 സാമ്പത്തിക വർഷത്തിൽ 115 ലക്ഷം കോടി ആഭ്യന്തര കടവും അതോടൊപ്പം തന്നെ 6 ലക്ഷം കോടി വിദേശ കടവും ഉൾപ്പെടെ 121 ലക്ഷം കോടിയായിരുന്നു. ഈ 121 ലക്ഷം കോടിയാണ് 2024-25 സാമ്പത്തിക വർഷത്തിലേക്ക് എത്തിയപ്പോൾ 200 ലക്ഷം കോടിയിലേക്ക് എത്തി നിൽക്കുന്നത്. അതായത് 177 ലക്ഷം കോടി ആഭ്യന്തര കടം, അതോടൊപ്പം തന്നെ 8.74 ലക്ഷം കോടി വിദേശ കടവും ചേർത്ത് 185.94 ലക്ഷം കോടിയായിട്ടാണ് ഉയർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2025-26 ബജറ്റ് കണക്കനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ മൊത്തം കടം ഇനിയും ഉയരുമെന്നും അത് 200.16 ലക്ഷം കോടിയാകും എന്നതാണ് ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പലിശ അടയ്ക്കലിൽ മാത്രം വലിയ തോതിലാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത്. 2020-21 6.80 ലക്ഷം കോടിയായിരുന്നു ഈ പലിശ നിരക്കിൽ നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ 2024-25 സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ചുകൊണ്ട് ഏകദേശം 12 ലക്ഷം കോടി, അതായത് 11.16 ലക്ഷം കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കൂടി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ഇതിന് പുറമെ ഈ 2025 ജൂൺ 30 വരെ ഉള്ള കണക്കുകൾ കൂടി കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്നുണ്ട്. 2025 ജൂൺ 30 വരെ മാത്രം 3.72 ലക്ഷം കോടി ആഭ്യന്തര കടവും അതോടൊപ്പം തന്നെ 0.23 ലക്ഷം കോടി വിദേശ കടവും കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പലിശ അടയ്ക്കൽ മാത്രം വലിയ തുകയിലേക്ക് എത്തി നിൽക്കുമ്പോഴും വൻകിട കോർപ്പറേറ്റുകൾക്കും അതോടൊപ്പം തന്നെ വൻകിട പണക്കാർക്കും ഉൾപ്പെടെ നികുതി ചുമത്തുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോഴും അതിന് തയ്യാറായിട്ടില്ല. നേരത്തെ തന്നെ അത്തരത്തിൽ ചില നികുതികൾ ചുമത്തണമെന്ന ഒരു ലക്ഷറി ടാക്സ് അടക്കം ചുമത്തണമെന്ന ആവശ്യം പല കാലഘട്ടങ്ങളിൽ മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ അത്തരം ലക്ഷറി ടാക്സുകൾ ഇപ്പോഴും മുതലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. പക്ഷെ അതിന് പകരം പരോക്ഷ നികുതിയും ചെലവ് ചുരുക്കൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലൂടെ ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ കടമെന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്ന ഒരു സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നൊരു വിമർശനം കൂടി ഇപ്പോൾ വി ശിവദാസൻ എംപി ഉന്നയിച്ചിട്ടുണ്ട്. അസുത. ശരി, വിഷ്ണു തലവൂറാണ് വിവരങ്ങൾ നൽകിയത്.